പ്ലാസ്റ്റിക് ലൈംഗികത അഥവാ പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണത്. ആഗോളവൽക്കരണത്തിൻ്റെയും കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ വരവോടും കൂടി ധാരാളം ചെറുപ്പക്കാരികൾ മെട്രോ നഗരങ്ങളിലേക്ക് ചേക്കേറുകയും അവിടെ ജോലിയിൽ മുഴുകുകയും ചെയ്തു. മഹാഭൂരിപക്ഷവും IT മേഖലയിലും അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് മേഖലയിലും അതോടനുബന്ധിച്ചുള്ള ജോലികളിലുമൊക്കെയാണ് മുഴുകിയത്. ഇന്ത്യയിൽ 2023 വേൾഡ് ബാങ്ക് നടത്തിയ ഒരു സ്റ്റഡി അനുസരിച്ച് 32% സ്ത്രീ പങ്കാളിത്തം ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിൻ്റെ. അത് ഒരു ക്രമാനുഗതമായ വളർച്ചയാണ്. ഇപ്പോൾ അത് അതിലും വർദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പണ്ടത്തെ പോലെ ചെറിയ റാങ്കിലുള്ള ജോലികളല്ല സ്ത്രീകൾ ചെയ്തിരുന്നത്. ഏകദേശം പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലികൾ തുല്യ അവകാശത്തോടുകൂടി തുല്യ അളവിൽ സ്ത്രീകളും ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സ്ത്രീകൾക്ക് ഭാരിച്ച ജോലി ഉത്തരവാദിത്തങ്ങളും ദീർഘമായ മണിക്കൂറുകളുള്ള ജോലിയുമൊക്കെ വന്നതോടുകൂടി അവർക്ക് വിവാഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ലൈഫ് അല്ലെങ്കിൽ കുട്ടികളെ പ്രസവിച്ചുള്ള ഒരു കുടുംബജീവിതം എന്നുള്ളതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി തോന്നി. അങ്ങനെയാണ് പ്ലഷർ ഓവർ പ്രൊക്രിയേഷൻ എന്ന ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതായത് മനുഷ്യൻ്റെ ശാരീരികമായ ലൈംഗിക ദാഹം എന്നതിനപ്പുറം കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ടുള്ള ഒരു കുടുംബജീവിതം, ഒരു കമ്മിറ്റഡ് ജീവിതം എന്നൊന്നും ഉള്ള സങ്കല്പത്തിൽ നിന്ന് സ്ത്രീകളും ഒരളവ് വരെ പുരുഷന്മാരും മാറി തുടങ്ങി. ഇതോടനുബന്ധിച്ച് വരുന്ന പദങ്ങളാണ് കോഹാബിറ്റേഷൻ, ലിവിങ് ടുഗദർ, ചൈൽഡ് ഫ്രീ ലൈഫ് സ്റ്റൈൽ എന്നിങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഈ പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങളാണ്. ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് പ്രസിദ്ധ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റായിരുന്ന ആൻ്റണി ഗിഡൻസ് ആണ്. ആൻ്റണി ഗിഡൻസ് ഇത് പറഞ്ഞത് സ്ത്രീലോകം വീടകങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് അവർക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് വരികയും പുരുഷൻ്റെ തുല്യ ഉത്തരവാദിത്വത്തോടുകൂടി ജോലി എന്നുള്ള മേഖലയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പരമ്പരാഗതമായ രീതിയിലിരുന്ന കുടുംബ സങ്കല്പത്തിന് സ്ത്രീകൾക്ക് കഴിയാതാവുകയും അവർ ജോലിക്ക് മുൻഗണന നൽകുകയും കുടുംബജീവിതം എന്നുള്ളതിന് പുറകോട്ട് തള്ളുകയും ചെയ്തു എന്നാണ്. ഇവിടെയാണ് റൊമാൻസിന് മുൻഗണന നൽകി ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ മെട്രോ നഗരങ്ങളിലേക്ക് കുടിയേറുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കുമൊക്കെ സൊറ പറയാനും കൂടിച്ചേരാനും ആശയവിനിമയം നടത്താനും ഒക്കെ ഉള്ള പിസ്സ പാർലറുകളും കോഫി ഷോപ്പുകളും ട്രെൻഡി സ്റ്റോർ റൂമുകളൊക്കെ വന്നതോടുകൂടി ഈ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു പദം അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു തുടങ്ങിയെന്നുള്ളതാണ് സത്യം. ഇന്ത്യയിൽ വെഡിങ് വയർ ഇന്ത്യ എന്നൊരു സംഘടന 2023 നടത്തിയൊരു സ്റ്റഡി അനുസരിച്ച് 2023 ലവ് മാരേജ് 68% ഉയർന്നെങ്കിൽ അത് 2020 ഇന്ത്യയിലെ ലവ് മാരേജ് എന്ന് പറയുന്നത് 44%. അത്രയും വലിയ വർധനവാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മറ്റൊരു സ്റ്റഡി പറയുന്നത് ഇന്ത്യയിലുള്ള 21-നും 29-നും ഇടയിലുള്ള യുവതീ യുവാക്കളിൽ നടത്തിയ സർവേ പറയുന്നത് 24% പേർ വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നാണ്. ഈ പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി, പ്ലാസ്റ്റിക് ലൈംഗികത എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തിലേക്കും പടരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സർവേ. അതായത് ലോകത്താകമാനം ദാരിദ്ര്യ രാജ്യങ്ങളിൽ ഇന്നും സ്ത്രീകൾ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇന്നും സ്ത്രീകൾ പരമ്പരാഗത രീതിയിൽ ദരിദ്രത്തിലും ഒക്കെ ജോലിയില്ലായ്മയിലും ഒക്കെ പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്തരം രാജ്യങ്ങളിലാണ് പ്രസവ നിരക്ക് കൂടുന്നത്. എന്നാൽ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സുരക്ഷയും എന്നാൽ ജോലി ഭദ്രതയും പുരുഷനോളം തുല്യ പങ്കാളിത്തമൊക്കെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രസവ നിരക്കും അതുവഴി ജനസംഖ്യയും കുറയുകയാണ്. ഇതൊരു വിരോധാഭാസമാണ്. ഉള്ളിടത്ത് കുഞ്ഞുങ്ങളില്ല, ഇല്ലാത്തിടത്ത് കുഞ്ഞുങ്ങൾ പെരുകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഇന്ത്യ ഇതേപോലെ സ്ത്രീക്ക് തുല്യ പങ്കാളിത്തം വരുന്നൊരു രാജ്യമാകുന്നതോടുകൂടി ഈ പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റിയും അതേപോലെ നമ്മൾ നാളിതുവരെ കൈവരിച്ചിരുന്ന കുടുംബസങ്കല്പങ്ങളുമൊക്കെ മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നു എന്നും കൂടി കാണിക്കുന്നൊരു ചൂണ്ടുപലകയാണ് ഇത്. ഓക്കെ, താങ്ക് യു.